ഈ വീഡിയോയിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെന്റ്സ് ആണ്. 114 റഫേൽ ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് $39 ബില്യൺ വർത്ത് വരുന്ന ഡീലാണ് ഇന്ത്യ ഫ്രാൻസ് തമ്മിൽ സൈൻ ചെയ്ത് മുന്നോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നത്. എന്തായാലും വിത്തിൻ 1 വീക്കിൽ അത് സൈൻ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആർമിക്ക് ഇനിയും കുറച്ചുകൂടി ബഡ്ജറ്റ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് ആണ് ഇത് ചോദിക്കുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മോഡേണൈസേഷന് വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ ഫണ്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആർമിയുടെ നിലപാട്. അപ്പം അത് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മളിനി കണ്ടറിയേണ്ട വിഷയമാണ്. കാരണം ഇനിയിപ്പം ബഡ്ജറ്റ്, ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് ഉടനെ തന്നെ പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ആർമി ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് പ്രഖ്യാപനം ഫെബ്രുവരിയിൽ ഉണ്ടാവും. ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർക്ക് ഒരു നോട്ടീസ് എന്നുള്ള നിലയിലാണ് ഈ പ്രഖ്യാപനത്തിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. ആർമി കൃത്യ ടൈമിൽ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, ബഡ്ജറ്റ് വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നുള്ളത്. നമ്മുടെ ആർമി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പുറത്ത് പറഞ്ഞത്. ജി എയറോസ്പേസ് നമ്മൾക്ക് ഇഞ്ചിൻ തന്നുകൊണ്ടിരിക്കുന്ന തേജാസ് ഫൈറ്റർ ജെറ്റിന് വേണ്ടിയിട്ട് ഇഞ്ചിൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ജി എയറോസ്പേസ് അമേരിക്കയിൽ. അവര് HALന്റെ ചീഫായിട്ടുള്ള ഡോക്ടർ DK സുനിലിനെ ക്ഷണിച്ചിട്ടുണ്ട് ജിയുടെ ഫാക്ടറിയിലേക്ക്. ലിന്നിലുള്ള അവരുടെ ഫെസിലിറ്റി സന്ദർശിക്കാനാണ് ഡോക്ടർ DK സുനിൽ എത്തിയിരിക്കുന്നത്. അമേരിക്കയിലാണ്. പ്രധാനമായിട്ടും പോയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങള് സഫ്രോൺ എന്ന് പറഞ്ഞ ഫ്രാൻസിന്റെ കമ്പനിയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപക്ഷെ ഈ ഡീൽ ഹാൾട്ട് ചെയ്യേണ്ടി വരും. GE F404 എന്ന് പറഞ്ഞ ആ ഒരു എഞ്ചിൻ, ആ ഒരു പ്രോഗ്രാം നമുക്ക് ഒരു പക്ഷേ നിർത്തേണ്ടി വന്നേക്കാം. കാരണം നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്ന ഡിലേ, ഈ ഡിലേ എന്ന് പറഞ്ഞാൽ ചെറിയ ഡിലേ അല്ല, ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഈ ഡിലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്താനാണ് പോയിരിക്കുന്നത്. കാരണം ഇനി ഡിപ്ലോമാറ്റിക് തലത്തിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ചർച്ച നടത്തുന്നതിന് പകരം HALന്റെ ചീഫിനെ തന്നെ GE എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് അയച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇതൊരു ഫൈനൽ ലാപ്പാണ്. ഇതിൽ വേണമെങ്കിൽ GEക്ക് പിടിച്ച് കയറാം. ഇനി അഥവാ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വഴി നോക്കും. ഈ GE എന്ന് പറഞ്ഞ ആ ഒരു എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കാനാണ് ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. അതായത് ഇത് കുറെ നാളായി. ഇത് സഫ്രോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ എഞ്ചിന് വാങ്ങിച്ച് ഫ്രാൻസുമായിട്ട് ഡീൽ ഉറപ്പിക്കുന്നതിന് മുൻപ് GEക്ക് കൊടുക്കുന്ന ഒരു അവസരമാണിത്. ആ അവസരം ഏത് രീതിയിൽ ഡെവലപ്പ് ആകുന്നു എന്നുള്ളത് ഇനി കണ്ടറിയണം. US അംബാസിഡർ സെർജിയോ ഗോർ നമ്മളുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ കണ്ട് സംസാരിച്ചു. അമേരിക്കയിൽ നിന്ന് ഗവൺമെന്റ് തലത്തിൽ കൊണ്ടുവന്ന ഒരു ക്രെഡൻഷ്യൽസ് കൈമാറുകയുണ്ടായി. അതായത് ഒഫീഷ്യലി പുള്ളിക്കാരൻ ചുമതലയേൽക്കുകയാണ് ഇന്ത്യയിൽ. ഇനി തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവും. അമേരിക്കൻ കൗൺസിലേറ്റിൽ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയാണ് ഈ മൊമെന്റം കൈമാറിയത്. ഇന്ത്യ ജർമ്മനി കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞു. ജർമ്മനിയുടെ ടീം ജർമ്മനിയിലേക്ക് മടങ്ങി. പക്ഷേ ആ സാഹചര്യത്തിൽ ജർമ്മനി പറഞ്ഞു വെച്ച ഒരു വിഷയം, ഐഡിയോളജിക്കലി റഷ്യക്ക് എതിരാണല്ലോ ജർമ്മനി. അപ്പൊ റഷ്യയുമായിട്ടുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പറ്റില്ല എന്ന് ജർമ്മനി എടുത്ത് വളരെ വ്യക്തമായിട്ട് ഇന്ത്യ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഡിയോളജിക്ക് അതീതമാണ് ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞു വെച്ചത്. നമ്മളുടെ ഡിഫൻസ് സെക്രട്ടറി വിക്രം മിശ്രയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ISROയുടെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ഫെയിലിയർ, PSLV എന്ന് പറഞ്ഞ ആ ഒരു മിഷന്റെ ഫെയിലിയർ. തേർഡ് സ്റ്റേജിൽ വെച്ചിട്ട് കൃത്യമായ റൂട്ടിൽ സഞ്ചരിക്കാതെ റൂട്ടിൽ നിന്നും വ്യതിചലിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് എന്താണ് എറർ എന്നുള്ളത് കൃത്യമായി കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ISRO അനോമലി ഡിറ്റക്റ്റഡ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ISRO ഇതിന് മുമ്പ് നടന്ന 2025 PSLV ഇതേപോലെ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല. ഇപ്പൊ ഇത് ജനുവരി 2026 സംഭവിച്ചതിനും ISRO ഇതുവരെ എക്സ്പ്ലനേഷൻ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇത് പുറത്തുവിടേണ്ടത് അനിവാര്യമാണ്. ഇനിയിപ്പോ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് പലതരത്തിലുള്ള റൂമേഴ്സ് അതേപോലെ തന്നെ കോൺസ്പിറസീസ് ഒക്കെ ആൾക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഫോറിൻ കൈകടത്തൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ GPS അട്ടിമറിച്ചുകൊണ്ടുള്ള പല പ്രവൃത്തികൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന മറ്റു പല റോക്കറ്റുകൾക്കും ഇത് സംഭവിക്കേണ്ടതുണ്ട്. GSLV നമ്മൾ അയക്കുന്നുണ്ട്, അത് സക്സസ്ഫുള്ളി തന്നെ നമ്മൾ ലോഞ്ച് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കോൺസ്പിറസീസ് ഒക്കെ സ്റ്റിൽ കോൺസ്പിറസി മാത്രമാണ്. പക്ഷേ ISROയ്ക്ക് ഉള്ളിൽ ചർച്ചകൾ ശക്തിപ്പെടുന്നുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഇപ്പൊ ഈ V നാരായണൻ ചുമതല ഏറ്റിട്ടാണ് ഈ രണ്ട് മിഷൻസും ഇപ്പൊ ഫെയിലിയർ ആയിരിക്കുന്നത്. അതായത് ഇതിനു മുമ്പ് സോംനാഥിന്റെ ISROയുടെ ചീഫായിട്ടിരുന്ന സോംനാഥിന്റെ ആ ഒരു പീരീഡിൽ 2022 മുതൽ 2025 വരെ ആ ഒരു പീരീഡിൽ നമ്മുടെ ചന്ദ്രയാൻ മിഷൻ നടത്തിയിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ട്. അതുപോലെ ആദിത്യ L1, SSLV റെഡിനെസ് പ്രോഗ്രാം, അങ്ങനെയൊക്കെ പല സംഗതികളും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇത് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റീഇൻസ്റ്റേറ്റ് സോംനാഥ് ഇൻ ISRO എന്നുള്ള രീതിയിലുള്ള ചില റിക്വസ്റ്റ് ISROയുടെ പക്കൽ നിന്നും ഉയർന്നു വരുന്നതായിട്ടും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ
ഈ വി നാരായണൻ ചുമതലയേറ്റ് കഴിഞ്ഞിട്ട് ഒരു സക്സസും ഉണ്ടായില്ല എന്നുള്ളതിലുപരിയായിട്ട് 2 ഫെയിലിയർ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ 2 ഫെയിലിയറിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ISRO പോലത്തെ ഒരു സ്ഥാപനത്തിൽ അങ്ങനെ വിചാരിക്കുമ്പോൾ ഇവരെ മാറ്റിയിട്ട് മറ്റൊരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സയന്റിസ്റ്റുകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ISRO എന്ന് പറയുന്നത് ഒറ്റ ആളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവമല്ല. ഈവൻ സോംനാഥ് തന്നെ ചെയർമാൻ പൊസിഷനിൽ ഇരുന്നാലും ഓരോ മിഷനും ഒരു ലീഡർഷിപ്പ് ഉണ്ട്. ആ ലീഡർഷിപ്പിന്റെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. അത് ഓരോ മിഷൻ കഴിഞ്ഞിട്ടും ISROയുടെ ഉള്ളിൽ അവർ അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റുകൾ നടത്തുമ്പോഴും അപ്രിസിയേഷൻസ് കൊടുക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പ്രോജക്റ്റിന്റെ കോർഡിനേറ്റർ തൊട്ട് കംപ്ലീറ്റ് ആൾക്കാരെയും അവർ അവിടെ അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഏതൊരു സ്ഥാപനത്തിലും പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നത്. ISROയുടെ ഉള്ളിലും ഈ പൊളിറ്റിക്സ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഷയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇപ്പൊ ടെക്നിക്കൽ എറർ വന്നതുകൊണ്ട് ചെയർപേഴ്സണെ മാറ്റിയത് കൊണ്ട് എല്ലാം ഓക്കെ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ടെക്നിക്കൽ ഡിഫക്റ്റ് ഉണ്ട്, അത് തീർച്ചയായിട്ടും അത് കണ്ടെത്തി പരിഹരിക്കേണ്ടത് ISROയുടെ ഒരു ടീം വർക്കാണ് അവിടെ വേണ്ടത്. അതിന് പകരം തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു സില്ലി എക്സ്ക്യൂസ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ PSLV റോക്കറ്റ് 96% സക്സസ് റേറ്റ് അച്ചീവ് ചെയ്ത ഒരു വാഹനമാണ്, ഒരു വെഹിക്കിളാണ്, ഒരു ലോഞ്ചിങ് വെഹിക്കിളാണ്. ഇപ്പൊ ഇതിനകത്ത് C61, C62 ഈ 2 മിഷനാണ് പരാജയപ്പെട്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുള്ള 2-3 കമ്പോണന്റുകളുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. സോളിഡ് പ്രൊപ്പല്ലന്റ് മാനുഫാക്ചറിംഗിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്പർ 1. ഫ്ലെക്സ് നോസിൽ ഡിഗ്രഡേഷൻ, അത് നമ്പർ 2. ഡിസൈൻ ലിമിറ്റ് അണ്ടർ ഹെവിയർ പേലോഡ് ഡിസൈൻ, ഈ പേലോഡുകളുടെ വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന ഡിസൈൻ മോഡിഫിക്കേഷൻ, അങ്ങനെയും വിലയിരുത്തലുകൾ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതെല്ലാം തന്നെ അനുമാനങ്ങളാണ്, ഇതെല്ലാം കൺഫേംഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളല്ല. അതും കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അത് ISRO അതിനെ തീരുമാനിക്കണം. മീൻവൈൽ GSLV Mark 3 ഒക്കെ വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇത് ശരിക്കും ISROയ്ക്ക് ഒരു ബാക്ക് ഡ്രോപ്പ് ആണെന്ന് ചോദിച്ചാൽ യെസ്, തീർച്ചയായിട്ടും. ഇനി PSLV ഉപയോഗിച്ചുകൊണ്ടുള്ള ലോഞ്ചിങ്ങിലേക്ക് പേലോഡുകൾ, പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിൽ നിന്നും വരുന്ന പേലോഡുകളുടെ ആ ഒരു വരവ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ പ്രൈവറ്റ് സെക്ടർ നോക്കൂ. നമ്മൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഈ സ്പേസ് സെക്ടറിൽ പ്രൈവറ്റ് കമ്പനികളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രോജക്റ്റുകൾ ഒരുപാട് നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ കുറെ എണ്ണം നമ്മൾ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ISROയ്ക്ക് കീഴിൽ പ്രൈവറ്റ് സെക്ടറിൽ 150 മില്യൺ വർത്തുള്ള പ്രൈവറ്റ് കമ്പനികൾ, അതായത് ഫിസിക്കൽ ഇയർ 2025 150 മില്യൺ ആണ് പ്രൈവറ്റ് സെക്ടറിൽ റവന്യൂ ജനറേറ്റ് ആയിരിക്കുന്നത്. ഇപ്പൊ 2025 കഴിഞ്ഞ് നമ്മൾ 2026 കടക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 617 മില്യൺ ആയിട്ട് അത് ഉയർന്നിരിക്കുകയാണ്. അതിലേക്ക് വളരെ നിർണായകമായിട്ടുള്ള പ്രോജക്റ്റുകളായിട്ടുള്ള ചില പ്രോജക്റ്റുകളുടെ പേര് എണ്ണി പറയുന്നുണ്ട്. സ്കൈ റൂട്ട്സ് വിക്രം 1, അഗ്നികുൾ എഞ്ചിൻ അഡ്വാൻസ്, HALഉം LNT കമ്പനിയും കൂടെ ചേർന്നിട്ട് PSLV സെപ്പറേറ്റ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് നിർമ്മിക്കുകയാണ്. 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ലോഞ്ച് ചെയ്യാനുള്ള മാർഗം കൂടി അവർ അന്വേഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ PSLVക്ക് ഇമാതിരിയുള്ള ഫെയിലിയർ സംഭവിച്ചിരിക്കുന്നത്. 2033 നമ്മൾ സ്പേസ് സെക്ടറിൽ 44 ബില്യൺ ആണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പൊ എന്തായാലും സ്പേസ് സെക്ടർ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പരാജയങ്ങൾ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. അമേരിക്കയൊക്കെ പൊട്ടി പാളിസായിരിക്കുന്ന അവസ്ഥയാണ്. ഇലോൺ മസ്ക് ഒക്കെ പലതവണ നിലം പൊത്തിയിട്ടാണ് സക്സസ് റേറ്റ് അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ISRO ഇപ്പോഴും ഫാർ ബെറ്റർ തന്നെയാണ് മറ്റുള്ള ഇന്റർനാഷണൽ സ്പേസ് ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കുറച്ചുകൂടെ എഫിഷ്യൻസി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് മുന്നോട്ട് പോവാം, അത്ര തന്നെ. അല്ലാതെ നമ്മൾ വളരെ പുവർ പെർഫോമൻസ് എന്നല്ല നമ്മൾ പറയുന്നത്. ഏതാണ്ട് 16 സാറ്റലൈറ്റുകളാണ് ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിൽ ഒരെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്പൈസ് സാറ്റലൈറ്റ് ആണ്. ഈ സ്പൈസ് സാറ്റലൈറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ സ്പൈസ് സാറ്റലൈറ്റ് കഴിഞ്ഞ തവണയും നമ്മൾ ഈ സ്പൈസ് സാറ്റലൈറ്റ് അയക്കാൻ ഉദ്ദേശിച്ച സമയത്താണ് നമുക്ക് ഈ അപകടം സംഭവിച്ചത്. അതേപോലെ തന്നെ ഇത്തവണയും സ്പൈസ് സാറ്റലൈറ്റ് അയക്കുമ്പോൾ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫോറിൻ ഇന്റർവെൻഷൻ ഉണ്ടോ എന്നൊക്കെ പല കോൺസ്പിറസി തിയറികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇതുവരെ ISROയുടെ സൈഡിൽ നിന്നും അങ്ങനെ ഒരു കോൺസ്പിറസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇന്ത്യയും ഗ്രീസും തമ്മിൽ ജോയിന്റ് സ്റ്റാഫ് ഇനോഗ്രൽ ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചർച്ച നടന്നിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയും കെന്യയും തമ്മിൽ സെക്യൂരിറ്റി ടൈസ്, ഇതൊരു പുതിയ നീക്കമാണ്. കെന്യയിലേക്ക് നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഹൈ കമ്മീഷണർ ആദർശ് സ്വൈക്ക, പുള്ളിയുമായിട്ടാണ് കെന്യയുടെ സീനിയർ ഒഫീഷ്യൽ ചർച്ച നടത്തിയത്. കെന്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മോണിക്ക ജുമായുമായിട്ടാണ് ചർച്ച നടത്തിയത്. കെന്യയിലെ നെയ്റോബിയിൽ വെച്ചിട്ടാണ് ചർച്ച നടന്നത്. നോർത്ത് വസിരിസ്ഥാൻ ഭാഗത്ത് ഒരു പാലം, ആ പാലത്തിന്റെ അടിയിൽ ബോംബ് വെച്ച് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് പാലം. ആ പാലം പൊട്ടിത്തെറിച്ചതിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് അൺനോൺ ഫൈറ്റേഴ്സ് ആണ്.
അതായത് അൺനോൺ ഫൈറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ മേളിൽ അവർ ക്ലെയിം ചെയ്തിട്ടില്ല. പക്ഷെ അതേസമയം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഡയറക്റ്റായിട്ട് ക്ലെയിം ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തെഹ്രിക്ക് താലിബാനികൾ അവർ നടത്തിയതാണെന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ആരും തന്നെ ക്ലെയിം ഏറ്റെടുത്തിട്ടില്ല. അൺനോൺ പേഴ്സൺ അറ്റാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 14-ാം തീയതി രാത്രിയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ പാലം പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ ഇതിനെ ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കി കാണുന്നുണ്ട്. പാകിസ്ഥാന്റെ പരിപാടി ആയിരിക്കും ഇതെന്നും കൂടി ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പൊ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വാർത്തകൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് എന്താണ് ഏതാണെന്നുള്ളതിന്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.